കൊന്നിച്ച സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ ബ്ലാക്ക് ലോറിന്റെ മാങ്ക എക്സ്പ്ലോഷൻ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ചാപ്റ്റർ 293 ആയിരിക്കും. ചാപ്റ്ററിന്റെ തുടക്കത്തിൽ നമ്മുടെ ലക്കിനാണ് കാണിക്കുന്നത്. പുള്ളിക്കാരൻ നല്ല സ്പീഡ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ പുള്ളിക്കാരൻ ആരുടെ മാജിക്കും സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിനക്ക് എത്ര ധൈര്യമുണ്ടെങ്കിലാണ് നീ എന്റെ മുഖത്തിടിച്ചത്, നിനക്ക് എത്ര ധൈര്യമുണ്ടായിട്ടാണ് നീ എന്നെ അടിച്ച് നിലത്തിട്ടത്. ഇതും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ ഡാന്റെ പതുക്കെ എഴുന്നേക്കുന്നുണ്ട്. അതേസമയം തന്നെ പുള്ളിക്കാരൻ മാജിക് യൂസ് ചെയ്ത് കുറേയധികം കല്ലും പൊക്കും. മാഗ്ന അതൊക്കെ ഇടിച്ച് പൊട്ടിക്കുന്ന സമയത്ത് ഡാന്റെ പുതിയൊരു വാള് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അതുകൊണ്ട് നമ്മുടെ മാഗ്നെ വെട്ടാൻ നോക്കും. പുള്ളിക്കാരനെ ഡോൾ ചെയ്ത് തിരിച്ചിടിക്കുകയും ചെയ്യും. നീ എന്നെ മാജിക് സ്റ്റീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ ചെയ്തു, അതിനൊന്നും ഒരു കുഴപ്പമില്ല. കാരണം എന്താണെന്നറിയാവോ, നിനക്ക് മാത്രമേ ഇവിടെ ഡാമേജ് കിട്ടത്തുള്ളൂ. എനിക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ റീജറേഷൻ എബിലിറ്റി ഉണ്ട്. ഇന്ത്യൻ നമ്മൾ രണ്ടുപേരും രണ്ട് തരത്തിലുള്ളവല്ല, അതുകൊണ്ട് നിനക്ക് എന്നെ തൊടാൻ പോലും പറ്റിയില്ല നമ്മൾ ഡാന്റെ പറയുകയും ചെയ്യും. ശരിയാണ്, ഞാൻ സാധാരണക്കാരനിൽ ഒരു സാധാരണക്കാരനാണ്. ഞാൻ ഒരു നോബിൾ അല്ല, ഞാനൊരു റോയൽ അല്ല, എന്തിന് ഞാൻ ലക്ക് പോലും അല്ല. അവനൊരു കോമഡർ ആയിട്ട് കൂടി അവന്റെ ഒരു ഇൻസ്റ്റിങ്സ് ഉണ്ട്, അതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അതും പോരാഞ്ഞിട്ട് അവനൊരു എൽഫായിട്ട് റീഇൻകാർണേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവന്റെ പവറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ. പിന്നുള്ളത് ആസ്റ്റയാണ്. അവൻ എന്റെ ഇത്രയും പോലും മാജിക് ഇല്ല, അല്ല അവന് മാജിക്കേ ഇല്ല, പക്ഷെ അവൻ ആന്റി മാജിക് ഉണ്ട്, അത് തന്നെ അവന് ധാരാളം. പക്ഷെ എനിക്ക് ആകപ്പാടുള്ളത് ഒരേ ഒരു കാര്യമാണ്. എന്നിട്ട് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുകയും ചെയ്യും. നമ്മുടെ മാഗ്ന യാമിനെ കാണാൻ വരുവാണ്. മിസ്റ്റർ യാമി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ എന്തിനാണ് എന്നെ ബ്ലാക്ക് ബുൾസിലേക്ക് ഹേറ്റ് ചെയ്തത്? അപ്പൊ നമ്മുടെ യാമി പറയുകയും ചെയ്യും, കാരണം മറ്റൊന്നുമില്ല, നീ ഞാനുമായിട്ട് കുറെ സാമ്യതയുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി, നീ ബ്ലാക്ക് ബുൾസ് തന്നെ ഏറ്റവും കൂടുതൽ ഗട്ട്സ് ഉള്ള ഒരാൾ നീയാണ്. അതെനിക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. അതും കൂടി ഒരു റീസൺ ആണ്. അതെ, എനിക്ക് ആകപ്പാടുള്ളത് നല്ല ഗട്ട്സ് മാത്രമാണ്. അതുകൊണ്ട് ആ ഗട്ട്സിന്റെ കാര്യത്തിൽ ഞാൻ ആരോടും തോക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മാഗ്ന വീണ്ടും ഡാൻഡിനെ അറ്റാക്ക് ചെയ്യും. ഞാൻ കുത്തിയിരുന്ന് തല പൊഹിച്ച് കണ്ടുപിടിച്ച ഒരു മാജിക് സ്പെല്ലാണിത്. അത് മാത്രമല്ല, ഞാൻ ഇതിനുവേണ്ടി എന്തുമാത്രം ട്രെയിൻ ചെയ്തെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിനക്കിത് കുറ്റം പറയാൻ ഒരു അർഹത പോലും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഡാൻഡിനെ വീണ്ടും അറ്റാക്ക് ചെയ്യുവാണ്. അവരുടെ ഫൈറ്റ് നല്ല കിഡിലായിട്ട് തന്നെ പോകുന്നുണ്ട്. ഡാൻഡെ വീണ്ടും ചെയ്യും, നമ്മുടെ മാഗ്നെ തിരിച്ചു ചെയ്യും. അങ്ങനെ അവർ തമ്മിലുള്ള ആ ഫൈറ്റ് ഇങ്ങനെ ഇന്റൻസ് ആയിക്കൊണ്ട് വരുവാണ്. എന്തൊക്കെ പറഞ്ഞിട്ട് ഡാൻഡൊക്കെ തന്നെയാണ് അവരുടെ അപ്പർ ഹാൻഡ് അവിടെ ഉള്ളത്. നമ്മുടെ മാഗ്നെ നന്നായിട്ട് തന്നെ ഇടിച്ച് കൂട്ടുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു ചെയ്യും, നീ ഇത് കണ്ടോ, ഇതാണ് റിയാലിറ്റി. നീ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ രണ്ടുപേരുടെ ഇടയിൽ ഒരു വലിയൊരു ഗ്യാപ്പ് ഉണ്ട്, അതൊരിക്കലും നിനക്ക് ഫീൽ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ ഇങ്ങനെ നമ്മുടെ മാഗ്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകാൻ നേരത്ത് പെട്ടെന്ന് പുള്ളിക്കാരൻ്റെ മാജിക് എല്ലാം ഡിസപ്പിയർ ആകും. ഡാൻഡേ ഞെട്ടുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ ഡെവിൽ മാജിക് പൂർണ്ണമായിട്ടും ഡിസപ്പിയർ ആയിട്ടുണ്ട്. പുള്ളിക്കാരൻ ഇത് എന്നെ സംഭവിക്കണമെന്ന് അറിയാൻ പറ്റില്ല. എന്നിട്ട് നമ്മൾ മാഗ്നറ്റിക്ക് ചോദിക്കുന്നുണ്ട്, ഇപ്പൊ നീ എന്ത് കുരിപ്പാണ് കാണിച്ചത്? ഞാനൊന്നും തന്നെ കാണിച്ചിട്ടില്ല. എന്റെ മാജിക് തീർന്നു, അതുകൊണ്ട് നിന്റെ ഇവിടെ തീർന്നു. നിനക്കൊക്കെ ഇത്രയധികം മാജിക് ഉള്ളത് കൊണ്ട് തന്നെ മാജിക് തീരുന്നൊരവസ്ഥ നിനക്കൊന്നും ഇതുവരെ ഊഹിക്കാൻ പോലും പറ്റിയിട്ടില്ല. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. എന്റെ മാജിക് തീർന്നുകൊണ്ട് നിന്റെ പൂർണ്ണമായിട്ട് ആ സ്പെല്ല് ക്യാൻസൽ ഔട്ട് ചെയ്തു. ഇത് പണിയായി നമ്മുടെ ഡാൻഡയ്ക്ക് മനസ്സിലായി. പുള്ളിക്കാരന് ലൂസിഫറുമായിട്ടുള്ള കണക്ഷൻ വരെ വിട്ടുപോയി. എന്നിട്ട് അടുത്ത സെക്കൻഡിൽ നമ്മുടെ മാഗ്ന പറയുകയും ചെയ്യും, നിനക്കിനി വാവിട്ട് ആറുന്ന നിന്റെ സ്പെൽസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല, നിനക്കിനി ഗ്രാവിറ്റി മാജിക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എന്തിന്? നിനക്കിനി നിന്റെ റീജനറേഷൻ കപ്പാസിറ്റി പോലും മര്യാദയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്ന നേരത്തെ തന്നെ ഡാൻഡയുടെ താടിക്ക് നോക്കി നമ്മുടെ മാഗ്ന ഇടിച്ച് നശിപ്പിക്കും. പെട്ടെന്ന് തന്നെ ഡാൻഡെ തിരിച്ചു പിടിക്കുന്നുണ്ട്. ഇല്ല, ഒരിക്കലും ഞാൻ തോക്കാൻ സമ്മതിച്ചത് പറഞ്ഞു വീണ്ടും ഇടിക്കുന്നുണ്ട്. പക്ഷെ മാഗ്ന തോറ്റു കൊടുക്കുക. മാഗ്ന വീണ്ടും നല്ല ഇടി ഇടിച്ചിട്ടിരിക്കും. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് ഒരു സൈഡിൽ നിന്ന് ലക്കും അതേപോലെ മറ്റു സൈഡിൽ നിന്ന് ആസ്റ്റേ നാച്ചും വരുന്നുണ്ട്. അവർ രണ്ടുപേരും കാണുന്നത് ഒരേ ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ മാഗ്ന നമ്മുടെ ഡാൻഡനെ ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞ് പുള്ളിക്കാരൻ കിടന്ന് കാറുന്ന സീനാണ്. അങ്ങനെ നമ്മുടെ മാഗ്ന ഡാൻഡനെ ഡിഫീറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ചാപ്റ്റർ ഇങ്ങനെ അവസാനിക്കുന്നത്. ഇന്ന് തന്നെ അടുത്ത ചാപ്റ്ററിന്റെ എക്സ്പ്ലോഷൻ വീഡിയോ വരുന്നുണ്ട്. അത് മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട.